ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നു. മുഖ്യമന്ത്രി ഇപ്പോൾ ഒരു മാസത്തോളമായി. എന്താണ് മുഖ്യമന്ത്രിയെ കുറിച്ചിട്ടുള്ള അഭിപ്രായം? വളരെ നല്ല അഭിപ്രായം, സന്തോഷം. എല്ലാം നന്നായിട്ട് തന്നെ പോട്ടെ. ഇനിയും ഇപ്പോൾ ഉള്ളതിലും 10 ഇരട്ടി നന്നായിട്ട് പോട്ടെ. ശുഭാപ്തിശ്വാസം. നമുക്ക് KSRTC സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതിനെന്താ കുറിച്ച് എന്താ ഇപ്പം എല്ലാ നിങ്ങൾ ഇത് തന്നെയല്ലേ അവിടെ വെച്ച് ഞങ്ങളല്ല അല്ല, അത് നല്ല കാര്യം. ഞാൻ അന്നേ പറഞ്ഞിരുന്നത് പ്രാബല്യത്തിൽ വന്നാൽ നല്ലൊരു കാര്യമാണ്. ഇനിയും നന്നായിട്ട് അത് പോട്ടെ. കാരണം അതിൽ റിലേ ചെയ്ത് നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചത് നല്ല കാര്യമല്ലേ, നല്ല സന്തോഷം. പക്ഷെ അതിന്റെ മറുവശം ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ സ്ത്രീകൾക്കും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന രീതിയിൽ വിമർശനം വരുന്നത് തന്നെ. അതിപ്പോൾ എന്തിനും 2 സൈഡില്ലേ, കോയിൻ ഹാസ് 2 sides എന്ന് പറയുന്ന പോലെ എല്ലാത്തിനും 2 വശമുണ്ട്. എല്ലാത്തിലും അങ്ങനെ നോക്കണ്ട. എല്ലാത്തിലും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണോ അത് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ പ്രശ്നം തീർന്നില്ലേ? എല്ലാവർക്കും സൗജന്യം കൊടുക്കുമ്പോൾ മറുവശത്ത് പുരുഷന്മാർ ഇതേപോലെ 60ഉം 50ഉം വയസ്സുള്ള കഷ്ടപ്പെടുന്ന പുരുഷന്മാരുണ്ട്. അവർക്ക് സൗജന്യം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര വലിയ അനീതിയായിട്ട് തോന്നില്ല? ഞാനല്ലല്ലോ ചിന്തിക്കേണ്ടവരത് ചിന്തിക്കട്ടെ. നിങ്ങൾ എന്നോട് ചോദിച്ചിട്ട് അല്ല, അപ്പോൾ ഈ ഒരു ജനപ്രതിനിധിയാണ് നോക്കാം. അങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പൊ അതിലൊക്കെ പ്രതികരിക്കാനുള്ള ഒരു സ്റ്റാൻഡ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇപ്പൊ ഇത് ആളുകൾ കേൾക്കാൻ ആൾക്കാരുണ്ട്, തീരുമാനം. അങ്ങനെയല്ല, നമുക്ക് നമ്മുടെ വാക്കുകൾക്ക് ലൈക്ക് പവർ ഉണ്ടാകുമ്പോൾ മാത്രമാണ് അത് കേൾക്കാൻ ആളുകളുള്ളത്. അല്ലാത്തപ്പോൾ അത് കേൾക്കാൻ ആളുകളൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഇപ്പോൾ ഉള്ളത് പേഴ്സണൽ അഭിപ്രായങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ പബ്ലിക്ലി പറഞ്ഞിട്ട് കാര്യമില്ല, പറയേണ്ട കാര്യമില്ല. ഇത് അവരെ തീരുമാനിക്കേണ്ടത് അവർ തീരുമാനിക്കട്ടെ, അവർ ചെയ്യട്ടെ, എത്രയേ ഉള്ളൂ. ആഫ്റ്റർ ഇലക്ഷൻ ബിഫോർ ഇലക്ഷൻ ഒരു മാറ്റം പറയാമോ? ആളുകൾ നോക്കി കാണുന്നു. അതുണ്ട്. ഇപ്പം മുമ്പ് അറിയപ്പെടുന്നതിനേക്കാളും ഒരു 10 ഇരട്ടി പറയുമ്പോഴേ എവിടെ ചെന്നാലും മിനിമം 1-2 പേരെങ്കിലും അറിയാവുന്നവരുണ്ടാവും. ആക്ച്വലി അതാണ് മേജർ ഡിഫറൻസ്. അല്ലാതെ വേറെ എൻ്റെ അടുത്ത് വരുന്ന എല്ലാം ഭയങ്കര റെസ്പെക്റ്റോട് കൂടിയിട്ടാണ്. അല്ലാതെ ഇപ്പം ഈ പറയുന്ന സോക്കോൾഡ് കമന്റ് ബോക്സസിലെ ആൾക്കാരൊന്നും ഞാൻ നേരിട്ട് ഇതുവരെ അങ്ങനെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിട്ടില്ല. എല്ലാം തന്നെ നമ്മളെ ഒരു റെസ്പെക്ട് ചെയ്ത് ഒരു സന്തോഷത്തിൽ സ്നേഹത്തിൽ പെരുമാറുന്ന ആൾക്കാരാണ് ഇതുവരെ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ ഓടി വന്ന് നമ്മുടെ അടുത്തത് പറയുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യുമല്ലോ, അപ്പോൾ ഒരു സന്തോഷമല്ലേ. ഈ ഇലക്ഷനിൽ ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വന്നല്ലോ, അത് ആതിര വിചാരിച്ച ഒരു കാര്യം അത് നമ്മൾ എത്ര വ്യത്യാസം ഉണ്ടെന്ന് മറന്നു പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക റിസൾട്ട് പ്രതീക്ഷിച്ചു. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, ഇത് എന്താ പറയുക ജനങ്ങളുടെ കയ്യിലും പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് ഈശ്വരൻ്റെ കയ്യിലുമാണ്. അവർ രണ്ടുപേരുമാണ് ഇത് തീരുമാനിക്കുന്നുള്ളത്. അല്ലാതെ അതിനകത്ത് എനിക്കൊരു എക്സ്പെക്ടേഷനും ഇല്ലായിരുന്നു. ഇത്ര വോട്ട് കിട്ടും, ജയിക്കും, തോൽക്കും, ഇതൊന്നും എൻ്റെ ഞാൻ എവിടെയും ഞാൻ ജയിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ജയിച്ചാൽ ചെയ്യും എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എല്ലാ ആളുകളും സ്ഥാനാർത്ഥികളും ചെയ്യുന്ന പോലെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇറങ്ങി ഓരോ കാര്യങ്ങൾ. ഇന്ന് അത്രയും സമയം ഞാൻ വളരെ ആത്മാർത്ഥമായിട്ടാണ് ചെയ്തത്. ആൻഡ് ഇപ്പം കറൻ്റ്ലി അങ്ങനെ തന്നെയാണ്. ഞാൻ വാക്ക് കൊടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു പോന്നിട്ടുണ്ട്, പൊക്കോണ്ടിരിക്കുന്നു. അതിന്റെ മുന്നോടിയാണ് ഇപ്പൊ ചെയ്ത തറക്കല്ലിടൽ. ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ എല്ലാവരും വിചാരിക്കും നമ്മൾ എന്തും ചെയ്യുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാം പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല. ചില കാര്യങ്ങൾ പബ്ലിക് ആക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ആവശ്യങ്ങളുള്ളതുകൊണ്ട് ഇപ്പം അങ്ങനെ പബ്ലിക്കായിട്ട് ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ട്. എല്ലാവരും ഇനിയിപ്പോൾ ഇത് ഞാൻ പറഞ്ഞാലും പറയും അതും പബ്ലിസിറ്റിക്ക്. അതുകൊണ്ട് അത് പറയാൻ ആളുകൾ ഈ പറയുന്നത് കേൾക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പം ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് കുറേ ചിലപ്പോൾ നെഗറ്റീവ് വന്നിട്ടുണ്ടായിരിക്കും. ആളുകളുടെ കമന്റ് ബോക്സിൽ അതിന് വാല്യൂ ഉണ്ടോ? ശരിക്കും ആളുകളുടെ കമന്റ് ബോക്സിലെ കമന്റ്സിന് വാല്യൂ ഉണ്ടോ? ഞാൻ വാല്യൂ ചെയ്യാറില്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തിയിലും എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു കാഴ്ചപ്പാടുണ്ട് എല്ലാത്തിനും. ഞാൻ അതിൽ മാത്രമേ ഞാൻ ചെയ്യുന്നു. വേറെ ഒന്നിനും ഞാൻ ഇത് കൊടുക്കാറില്ല. ഒന്നുമില്ല. ഒരു ചോദ്യം എന്ന് പറഞ്ഞപ്പോൾ